മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു. അതിനിപ്പോൾ മൃഗശാലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. കടുവയെ കാണാനായിട്ട്, അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനായിട്ടൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ആളുകൾ. വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടു. കടുവയെ അവിടെ എങ്ങും തുറന്നു വിടരുത് എന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അതിനെ മൃഗശാലയിലേക്ക് തന്നെ മാറ്റാനാണ് തീരുമാനം. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, ആ മൂടിയൊക്കെ മാറ്റിയിട്ട് ആളുകൾ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. വലിയ ആൾക്കൂട്ടമാണ് ഏതായാലും എത്തിച്ചേർന്നിരിക്കുന്നത്. എപ്പോഴായിരിക്കും കടുവയെ മൃഗശാലയിലേക്ക് എത്തിക്കുക? കടുവയെ ഇപ്പോൾ ഈ സുൽത്താന എസ്റ്റേറ്റിൽ നിന്നും മാറ്റുകയാണ്. അത് വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു ഭാഗങ്ങളിലേക്ക്, നിലമ്പൂർ സൗത്ത് RRT ഓഫീസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള തീരുമാനമുണ്ടായിട്ടുള്ളത്. കാരണം കടുവയ്ക്ക് വലിയ തോതിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് കൂട്ടിൽ അകപ്പെട്ടതിന് ശേഷം പറ്റിയിട്ടുള്ള പരിക്കാണ്. അതിന് മുഖത്തും കാലിനുമെല്ലാം വലിയ പരിക്കുണ്ട്. അപ്പോൾ അതിന്റെ ആരോഗ്യ നില കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെ മറ്റിടത്തേക്ക് മാറ്റാൻ കഴിയൂ എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഏറെ പ്രതിഷേധം ഉയർന്നിരുന്നു സുൽത്താന എസ്റ്റേറ്റിലും ഒപ്പം തന്നെ കരുവാരക്കുണ്ടിലും. കാരണം ഈ കടുവയെ ഇവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തണമെന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ കടുവയെ കാട്ടിൽ തുറന്നു വിടുകയല്ല, അതിനെ മൃഗശാലയിലേക്ക് മാറ്റുമെന്നുള്ള ഒരു ഉറപ്പിന്റെ മുകളിൽ ഉറപ്പ് ലഭിച്ചതോടുകൂടി തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധവും അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ലോറി കൊണ്ടുവന്ന ലോറിയിലേക്ക് ഇപ്പോൾ കടുവയെ കയറ്റി കൊണ്ടുപോകുന്നുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സുൽത്താന എസ്റ്റേറ്റിൽ നിന്ന് ഉടൻ തന്നെ ഈ കടുവയെ ഇപ്പോൾ മാറ്റും. ഏറെ ആശങ്കയുണ്ടാക്കിയ, ഭീതി ഉണ്ടാക്കിയ കടുവ, നരഭോജി കടുവ, ഇപ്പോൾ എന്തായാലും ജനങ്ങൾ അതിനെ ആ കടുവയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയാണ് വലിയ ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ജനങ്ങൾ അതേ തുടർന്ന് തന്നെ വലിയ പ്രതിഷേധവും ഉയർത്തിയിരുന്നു. കാരണം ഈ കടുവയെ കൊലപ്പെടുത്തുക തന്നെ വേണം, ഇതിനെ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതല്ലേ നാട്ടുകാരുടെ ആവശ്യം. അതിനാണ് ഇപ്പോൾ അവർക്ക് ഒരു ഉറപ്പ് ലഭിച്ചിരുന്നത്. ഇതിനെ വിടുകയല്ല, ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റുമെന്നുള്ള ഉറപ്പ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കടുവയെ ഇവിടെ നിന്നും സുൽത്താന എസ്റ്റേറ്റിൽ നിന്നും മാറ്റുന്ന ശ്രമം ആരംഭിക്കുകയാണ്. 51 ദിവസത്തിന് ശേഷമാണ്, അതായത് മെയ് 15-നാണ് ഗഫൂർ എന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ശരീരാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. അതിനുശേഷം നടത്തിയ 51 ദിവസം നടത്തിയ തെരച്ചിലിന് ഒടുവിലാണ് ഇപ്പോൾ ഇന്ന് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ ഈ കടുവ കുടുങ്ങിയത്. എന്തായാലും ഈ കടുവയെ ഉടൻ തന്നെ മൃഗശാലയിലേക്ക് മാറ്റുന്നതിനുള്ള അതിന് മുന്നോടിയായി അതിന്റെ ആരോഗ്യ പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരം പരിശോധന 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകടുവയാണ്. അത് സൈലന്റ് വാലി വനമേഖലയിൽ ഉണ്ടായിരുന്ന എന്ന് തന്നെ വനംവകുപ്പിന്റെ ഡാറ്റാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കടുവ തന്നെയാണെന്നും നേരത്തെ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയാണെന്നും സ്ഥിരീകരിക്കുകയും വനംവകുപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി കൂടി വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ബാക്കി നടപടികളിലേക്ക് നടപടിയെടുക്കുകയുള്ളൂ. എന്തായാലും കടുവയെ വനത്തിൽ തുറന്നു വിടുകയില്ല, അതിനെ മൃഗശാലയിലേക്ക് മാറ്റുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ലക്ഷ്മി.